മുട്ട ഉണ്ടെങ്കിലേ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ. വെറും 10 മിനിറ്റ് മാത്രം മതിയേ. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത. വളരെ ഈസിയും ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു ഐറ്റം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടുള്ളതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പോളം മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂണോളം ഉപ്പും 1/4 ടീസ്പൂണോളം ഗരം മസാലയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ചേർത്തിട്ട് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം ഇതിലേക്ക് കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ കലക്കിയെടുക്കണം. നമ്മൾ പാലാടയ്ക്കൊക്കെ മാവ് തയ്യാറാക്കി എടുക്കുന്നതിനേക്കാൾ ഒരല്പവും കൂടെ കട്ടിയിൽ വേണം ഇത് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ അല്പാൽപ്പമായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്ത് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പാല് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് ചേർത്ത് കൊടുക്കുന്നതേ നമ്മളിത് പത്തിരി പോലെ ചുട്ടെടുക്കുന്ന സമയത്ത് അതൊന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ബാറ്റർ ഇപ്പോൾ ഇതാ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ബാറ്ററിൻ്റെ ഒരു തിക്നെസ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം. നമ്മൾ പാലാട തയ്യാറാക്കാനായിട്ട് എടുക്കുന്ന ആ ഒരു മാവിനേക്കാളും ഒരല്പവും കൂടെ ഒന്ന് തിക്നെസ് ഉണ്ട്, അത്രയേ ഉള്ളൂ. ഇനി ഈ ബാറ്റർ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് മറ്റൊരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.5 സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ 2 പച്ചമുളകൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. കൂടെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 ഭാഗവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഓപ്ഷണലാണ്, കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങ് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിത് 4 സൈഡിലേക്കായിട്ടൊന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ മധ്യഭാഗത്തിലേക്ക് ആ ഓയിലൊക്കെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി വരും. ഈ സമയത്ത് നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. മുട്ടയൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. 1 2 മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള ബാറ്റർ അനുസരിച്ചിട്ട് നമുക്ക് മുട്ട എടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാല, 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് പൊടികളുടെയൊക്കെ ആ ഒരു റോ സ്മെല്ല് മാറുന്നത് വരേക്കും ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മുടെ ഫില്ലിങ്ങും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടപ്പത്തിരി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കാനായിട്ട് വെക്കാം. അതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചതിന് ശേഷം കടായിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ അത് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കടായി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 2 ടേബിൾ സ്പൂണോളം മാവ് നമുക്കിതിലേക്ക് ഒഴിച്ചൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങുമ്പോഴേക്കും നമുക്കിപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ആ ഒരു ഫില്ലിങ് ഇതിൻ്റെ ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. ഫില്ലിങ് ഇതിലേക്ക് ഒരുപാട് അങ്ങ് വെച്ച് കൊടുക്കണ്ട, ചെറിയൊരു കട്ടി കുറഞ്ഞ ലെയറായിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതിയേ. ഇനി ഇത് നമുക്കൊന്ന് മടക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ ഫില്ലിങ് നിരത്തി കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് തന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അതൊരല്പം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നും മറിച്ച് അതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. സംഭവം ഭയങ്കര സിമ്പിളാണ്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് അല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ മാവ് ഒഴിച്ച് ഒന്ന് പരത്തി കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ആയിട്ട് തന്നെ ഒന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇതിന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. ആദ്യത്തെ ലെയർ ചെയ്തെടുത്തതുപോലെ തന്നെ ഇതും നമുക്ക് തിരിച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കുമ്പോൾ ഓവറായിട്ട് വെച്ച് കൊടുക്കരുത് കേട്ടോ. ഓവറായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ മടക്കി എടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ ലെയറും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. മടക്കിയെടുക്കുമ്പോൾ പൊട്ടിപ്പോവാതെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി. തിരിച്ചിട്ടതിന് ശേഷം ഏകദേശം ഒരു മിനിറ്റൊക്കെ തന്നെ മതിയാവും കേട്ടോ. അപ്പോഴേക്കും ഇതുപോലെ നന്നായിട്ട് മുരിഞ്ഞ് വരും. ഇതിപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അടുത്ത സൈഡും ഇതുപോലെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. 1 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ തന്നെ നമുക്കിതിൽ എത്ര ലെയർ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് ലെയറൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും.
ഞാനിപ്പോൾ ഇതാ ഒരെണ്ണവും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറും ആയിട്ടും ഒക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോലെ. ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കല്ലേ. നെക്സ്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.